വെൽക്കം ടു ഓൾ. നമ്മൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ ചില കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. മാർജിനൽ കോൺസെപ്റ്റ്സ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ എക്കണോമിക്സിനകത്ത് നമ്മൾ ഒരുപാട് മാർജിനൽ കോൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ പ്രൊഡക്റ്റ് അല്ലേ, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, മാർജിനൽ യൂട്ടിലിറ്റി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്കണോമിക്സിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക. നമ്മൾ ഏറ്റവും ചെറിയ പ്രോബ്ലം മുതൽ ഹയർ ഓർഡർ പ്രോബ്ലംസ് വരെ ചെയ്യുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് മാത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ബേസിക് കോൺസെപ്റ്റുകളാണ്. അതിനുശേഷം നമ്മൾ അഡ്വാൻസ്ഡ് പ്രോബ്ലംസിലേക്ക് പോകും. അപ്പോൾ ഡയറക്റ്റ്ലി ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് മാർജിനൽ കോൺസെപ്റ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റായിട്ടുള്ള യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് ആൻ ആർട്ടിക്കിൾ. ഒരു മനുഷ്യൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂട്ടിൽ എന്നുള്ള മെഷർമെൻറ്റിലാണ് നമ്മൾ യൂട്ടിലിറ്റി അളക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്യൂമർ മാർക്കറ്റിനകത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി കൺസ്യൂമർ ഈസ് ടു മാക്സിമൈസ് ഹിസ് യൂട്ടിലിറ്റി ഓർ മാക്സിമൈസ് ഹിസ് ടോട്ടൽ യൂട്ടിലിറ്റി ഔട്ട് ഓഫ് ഹിസ് ലിമിറ്റഡ് ഇൻകം. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക, ആ രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം അലോക്കേറ്റ് ചെയ്യുന്നത്. സോ യൂട്ടിലിറ്റി അനാലിസിസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ്, യൂട്ടിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? വില്യം സ്റ്റാൻലി ജീവോൺസ് ആണ്. അപ്പോൾ അദ്ദേഹമാണ് യൂട്ടിലിറ്റി അനാലിസിസ് കൊണ്ടുവന്നത്. യൂട്ടിലിറ്റി എന്നുള്ള ആ ഒരു ടെർമിനോളജി ആദ്യമായിട്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പോൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് ദി നമ്പർ ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ്. നമ്മൾ എത്ര ഗുഡ്സ് കൺസ്യൂം ചെയ്തോ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റീസ് ആണ് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി തരുന്നത് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടോട്ടൽ യൂട്ടിലിറ്റി യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ്, നോക്കുക, ടോട്ടൽ യൂട്ടിലിറ്റി യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് Q1, Q2, Q3 up to Qn, where Q1, Q2, Q3 up to Qn denotes the number of units consumed. ഒരു കമ്മോഡിറ്റിയുടെ എത്ര യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി. എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? സോ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി ബൈ കൺസ്യൂമിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി അല്ലേ. സോ ഇറ്റ് ഈസ് ആൻ അഡീഷൻ ടു ദി ടോട്ടൽ യൂട്ടിലിറ്റി. ഒരു കമ്മോഡിറ്റി കൂടി നമ്മൾ അധികമായിട്ട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന യൂട്ടിലിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലേ. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ്, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് അല്ലേ. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് മാക്സിമം, മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം സീറോ. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസസ്, മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം നെഗറ്റീവ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ്. മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്. നമ്മൾ ഇതിനകത്ത് ആവറേജ് യൂട്ടിലിറ്റി കൂടി പറയാറുണ്ട്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റി തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞത്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായിട്ട് മാറുന്നു. നമുക്ക് ഡയഗ്രാമാറ്റിക് എക്സ്പ്ലനേഷൻ കൂടി നോക്കാം. ഒരു മുമ്പ് നോക്കുക, ഇവിടെ ഈ ടാബുലർ റെപ്രസെൻറ്റേഷൻ നോക്കുക. നമ്പർ ഓഫ് യൂണിറ്റ്സ് 1 to 7, മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി. ഫസ്റ്റ് കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി സീറോ ആയിരുന്നു. ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്തപ്പോൾ ആ സീറോയോട് കൂടി നമ്മൾ 10 ആഡ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും 10 എന്ന് വരാനുള്ള കാരണം. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നു, 18 യൂണിറ്റായി. നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി ആഡ് ചെയ്യപ്പെട്ടത് 8 യൂണിറ്റാണ്. അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്നു അല്ലേ. അപ്പോൾ 10 മുതൽ നോക്കുക ഏകദേശം 28, 30 വരെ ഇൻക്രീസ് ചെയ്ത് വന്നു. 30-ലെത്തിയപ്പോൾ എന്തായി? മാക്സിമത്തിലെത്തി. വീണ്ടും ആറാമത്തെ യൂണിറ്റ് കഴിച്ചപ്പോഴും 30 തന്നെ. ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഡിസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ഡിസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇനി കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ മാക്സിമം യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലെത്തിയപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി നോക്കിക്കേ എത്രയാണ് വന്നിരിക്കുന്നത്? 0 ആണ് വന്നിരിക്കുന്നത്.
വീണ്ടും ഒരു യൂണിറ്റ് കൂടി അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. -2. ഓക്കെ, ഇതാണ് നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ശരിക്കും ഇത് ഈ ഒരു ഫസ്റ്റ് ഡയഗ്രത്തിൻ്റെ താഴെ തന്നെ ഈ ഒരു രണ്ടാമത്തെ ഡയഗ്രം വരയ്ക്കണം. ഓക്കെ, ഇപ്പോൾ അവിടെ നോക്കിക്കുക, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. മാക്സിമത്തിൽ എത്തുമ്പോൾ ആ 11 എന്നുള്ള പോയിന്റിൽ നോക്കിക്കുക, ഇവിടെ 11 എന്നുള്ള പോയിന്റിൽ ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി 0 ആണ്. ദെൻ ആ ഒരു 11 ശേഷം ടോട്ടൽ യൂട്ടിലിറ്റി താഴത്തേക്ക് ഡിക്രീസ് ചെയ്ത് വരുന്നു. ആ സമയത്ത് ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി എന്താണ്, നെഗറ്റീവിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ദിസ് ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ് ടേബിൾ. അല്ലേ, നമ്മൾ നേരത്തെ ഒരു ടേബിൾ ഡിസ്കസ് ചെയ്തിരുന്നു, അതുപോലെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്തതാണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതൊക്കെ ചെറിയ ചെറിയ കോൺസെപ്റ്റുകളാണ്, ഓൾറെഡി ഇക്കണോമിക്സ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയുന്ന കോൺസെപ്റ്റുകളാണ്. എന്താണ് യൂട്ടിലിറ്റി, മാർജിൻ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ഒക്കെ. നമുക്കിനി നമ്മൾ പ്രോബ്ലത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ഗിവൺ ദ ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഫൈൻഡ് ദി മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മാർജിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ കണ്ടെത്തണം. അപ്പോൾ നോക്കിക്കേ, നമുക്കിവിടെ തന്നിരിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ u is equal to 9xy plus 5x plus y എന്നുള്ളതാണ്. അതിൽ നിന്ന് മാർജിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ മാർജിനൽ കോൺസെപ്റ്റിനകത്ത് ഏത് പ്രോബ്ലം തന്നു കഴിഞ്ഞാലും മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റൊക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറൻസിയേഷനാണ്. എന്തുകൊണ്ടാണ് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനകത്ത് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെ മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? ഡെറിവേറ്റീവ്, അല്ലേ, ഡിഫറൻഷ്യൽ കാൽക്കുലസ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫംഗ്ഷനകത്ത് വന്നിരിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്ത്? മാർജിനൽ യൂട്ടിലിറ്റി, മാർജിനൽ കോൺസെപ്റ്റ്, അല്ലേ, അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഡിഫറൻഷ്യൽ കാൽക്കുലസ് വേണം. അപ്പോൾ ഡിഫറൻസിയേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വലിയ ഡിഫറൻസിയേഷൻ അല്ല, സിമ്പിൾ ഡിഫറൻസിയേഷൻ. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം പഠിച്ച ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നു. ഇവിടെ രണ്ട് കമ്മോഡിറ്റി ഉണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി എക്സ് കമ്മോഡിറ്റീൻ്റെയും വൈ കമ്മോഡിറ്റീൻ്റെയും ഒരു ഫംഗ്ഷനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം MUX കാണണം. MUX കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഡോ യു ബൈ ഡോ എക്സ്, അതായത് ഡിഫറൻഷിയേറ്റ് ദി ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. 9xy ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതിൽ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും? എക്സിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആയിട്ട് മാറും. എങ്ങനെ 1 ആയിട്ട് മാറുന്നത്? പവർ ഇൻറ്റു പവർ -1. എക്സിൻ്റെ പവർ 1 ആണ്. 1 ഇൻറ്റു എക്സ്, 1 - 1 0. അപ്പോൾ 1 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് വരും. സോ എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് എക്സ്പോണൻസിൻ്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അതുകൊണ്ട് അവിടെ 1 ആയി. മാത്രമല്ല അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഫോമിലാണ് കിടക്കുന്നത്. 9 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അപ്പോൾ എക്സിന് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ബാക്കിയുള്ളത് എഴുതാതിരിക്കാൻ പറ്റില്ല, അത് എഴുതണം. മൾട്ടിപ്ലിക്കേറ്റീവ് ഫോമിലാണെങ്കിൽ എഴുതണം, അല്ലേ? ഇപ്പോൾ 9 + x + y ആണെങ്കിൽ നമ്മൾ എക്സിന് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, ബാക്കി 2 0 ആയി പോകും. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫോമിൽ ഗുണിക്കണം എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിൻ്റെ കൂടെ ഉള്ളത് എഴുതണം. സോ 9y. അടുത്ത 5xനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? ഇത് CX എന്നുള്ള ഫോമാറ്റിലാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് മാത്രം പോയിട്ട് അതിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള 5 വരും. സോ 9y + 5. y നോക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ? അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഫോമിലല്ല, അത് കോൺസ്റ്റൻ്റ് ആണ്, 0 ആയി പോകും. ഇതേപോലെ നമ്മൾ MUY ചെയ്യുന്നു. ഡോ യു ബൈ ഡോ വൈ. ഇത് ചെയ്യുന്ന സമയത്ത് നോക്കുക, നമ്മൾ വിത്ത് റെസ്പെക്റ്റ് y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ. നേരത്തെ 9xy ആണെങ്കിൽ, അല്ല 9y ആണെങ്കിൽ ഇപ്പോൾ എന്ത് വരും? 9x. പിന്നെ 5xനെ നോക്കണ്ട, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്, അവിടെ y ഇല്ല. ലാസ്റ്റ് yനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും. സോ ദിസ് ഈസ് ദി ആൻസർ. 9y + 5ഉം 9x + 1. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, ഇഫ് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ടേക്സ് ദി ഫോം u is equal to u of x1 x2 is equal to x1 + 2 the whole square, x2 + 3 the whole cube, where u is the total utility and x1 x2 are the quantities of two commodities consumed. Find the marginal utility function of each of the two commodities. Find the value of the marginal utility of the first commodity when 3 units of each commodities are consumed. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ നമ്മൾ 2 കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നത്, അല്ലേ? ഏതൊക്കെ കമ്മോഡിറ്റീസ്? x1 x2. അപ്പോൾ x1 x2ൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. അതാണ് x1 + 2 the whole square ഇൻറ്റു x2 + 3 the whole cube എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ MUX1ഉം MUX2ഉം കണ്ടെത്തുക.
ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദി 2 കമ്മോഡിറ്റീസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് ദി ഫസ്റ്റ് കമ്മോഡിറ്റി വെൻ 3 യൂണിറ്റ്സ് ഓഫ് ഈച്ച് കമ്മോഡിറ്റീസ് ആർ കൺസ്യൂംഡ്. അപ്പോൾ അങ്ങനെ MUX1 ചെയ്ത ആൻസറിൽ എന്ത് ചെയ്യുക? X1ൻ്റെ സ്ഥാനത്തും X2ൻ്റെ സ്ഥാനത്തും എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ എത്ര കിട്ടുക നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കുക, U is equal to U into U of X1 X2 is equal to X1 plus 2 the whole square X2 plus 3 the whole cube. ഇത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യുന്നത് MUX1 ആണ്. സോ ഡോ യു ഡിവൈഡ് ബൈ ഡോ X1. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഏതിനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? X1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പവർ ഇൻറ്റു, അപ്പോൾ 2 ഇൻറ്റു X1 പ്ലസ് 2 പവർ -1. 2 - 1 ചെയ്യുമ്പോൾ 1 കിട്ടും. ഇൻറ്റു, ഇനി ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇവിടെ X1 മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 1. ഓക്കെ ആണല്ലോ. ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഫോമില. കാരണം 9XY ഇത് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ കൂട്ടത്തിലുള്ള എഴുതി അല്ലേ? ഇത് ഇൻറ്റു ഫോമിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിന് അതേപോലെ എഴുതി. അപ്പോൾ പല ആളുകൾ ഇത് U ഇൻറ്റു V ഫോർമാറ്റാണ് തെറ്റിദ്ധരിക്കും. U ഇൻറ്റു V അല്ല കേട്ടോ. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ MUX2 ചെയ്യുക. MUX ചെയ്യുമ്പോൾ എന്താണ്? ഡോ യു ബൈ ഡോ X2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് അതിന് ഡിഫറൻഷ്യേറ്റ് പവർ ഇൻറ്റു 3 ഇൻറ്റു X2 പ്ലസ് 3 പവർ -1 3 - 1 2 ഇൻറ്റു അതിനകത്ത് കിടക്കുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റു 1. ബാക്കി ഇവിടെ ഉള്ളത് അതേപോലെ എഴുതി വയ്ക്കുക. X1 പ്ലസ് 2 the whole square. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? MUX1 ചെയ്തപ്പോൾ കിട്ടിയ ആൻസറിൽ X1ൻ്റെയും X2ൻ്റെയും സ്ഥാനത്ത് 3 കൊടുത്തിട്ട് വാല്യൂ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ X1ൻ്റെയും X2ൻ്റെയും സ്ഥാനത്ത് 3 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 3 + 2 5 വരും. ഇവിടെ 5 വരും. അപ്പോൾ 5 × 2 10. ഇവിടെ 10 എന്ന് വന്നു. ഇനി ഇവിടെ നോക്കിക്കേ, X2 3 കൊടുക്കുക. 3 + 3 6. 6 റേസ് ടു അല്ലെങ്കിൽ 6 ക്യൂബ് എന്ന് പറയുന്നത് 216. അപ്പോൾ 10 × 216 2160 എന്ന് കിട്ടും. ഓക്കെ, 2160 നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ദെൻ അടുത്ത കോൺസെപ്റ്റ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. സോ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം അല്ല. MPC is equal to change in consumption by change in income, and the value of MPC lies in between 0 and 1. MPC is equal to dou C by dou Y. അതായത് നമ്മൾ ഇൻകത്തിലുണ്ടാകുന്ന വർധനവനുസരിച്ച് ആ ഇൻകത്തിൻ്റെ എത്ര ഭാഗമാണ് നമ്മൾ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനെയാണ് എന്ത് പറയുക? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. അഥവാ നമ്മൾ പറയാറുണ്ട് ഇൻകം റിലേറ്റഡ് കൺസംഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ നമ്മളതിനെ എങ്ങനെ എഴുതുക? MPC is equal to dou C by dou Y. ടോട്ടൽ കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് വിത്ത് റെസ്പെക്ട് ടു Y കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? MPC കിട്ടും. ദ വാല്യൂ ഓഫ് MPC ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 1. 0-നും 1-നും ഇടയ്ക്കായിരിക്കും MPCയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, MPC is equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിച്ച ഇൻകത്തിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് കൺസംഷൻ ഫംഗ്ഷൻ്റെ നമ്മളൊരു ഡയഗ്രാം വരച്ചിരിക്കുന്നത്. Y is equal to C plus S. ഒരു 45 ഡിഗ്രി ലൈൻ അവിടെ പോകുന്നുണ്ട്. അതാണ് കൺസംഷൻ ഫംഗ്ഷനായിട്ട് പറയുന്നത്. C is equal to A plus BY എന്നുള്ളതാണ്. ഇവിടെ A എന്നുള്ളത് എന്താണ്? ഓട്ടോണമസ് കൺസംഷനാണ്. കാരണം അതിൻ്റെ ഇവിടെ ഒരു ഇൻറ്റർസെപ്റ്റ് ഉണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷനാണ്. 0 ലെവൽ ഇൻകത്തിലും അദ്ദേഹം കൺസ്യൂം ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കൺസംഷൻ അദ്ദേഹത്തിന് നടത്തേണ്ടി വരും. അതുകൊണ്ടാണ് 0 ലെവൽ ഓഫ് ഇൻകം ആകുമ്പോഴും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഈ റെഡ് ലൈനാണ് നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ. C is equal to A plus BY എന്നുള്ളത്. 45 ഡിഗ്രി ലൈന് ഇൻകം ലൈനാണ്. അതാണ് Y is equal to C plus S. ഇനി നോക്കുക, ഇതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ MPC എന്ന് പറയാം അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ MPC എന്ന് പറയുന്നത്? ആ സ്ലോപ്പ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ലോപ്പ്. ആ സ്ലോപ്പ് എന്താ അങ്ങനെ വരാൻ കാരണം? സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയാറുണ്ട് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അത് നമ്മൾ എന്താ പറയാറുള്ളത്? ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്നൊക്കെ പറയാം. ഇതിൻ്റെ സ്ലോപ്പ് MPC അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, കൺസംഷൻ കൂടുന്നു ഇതിനനുസരിച്ച് ഇൻകത്തിനനുസരിച്ച് എത്ര കൺസംഷൻ കൂടുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഡയഗ്രാം ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ. ദെൻ MPS, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. എന്താ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വർദ്ധിച്ച ഇൻകത്തിൻ്റെ എത്ര ഭാഗമാണ് നമ്മൾ സേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് MPS. ഇൻക്രീസ് ഇൻ സേവിങ് ദാറ്റ് റിസൾട്ട് ഫ്രം ആൻ ഇൻക്രീസ് ഇൻ ഇൻകം. സോ MPS ക്യാൻ ബി റിട്ടൺ ആസ് dou S by dou Y.
ടോട്ടൽ സേവിങ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എം പി എസ് കിട്ടും. സോ എം പി എസും എം പി സിയും കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണ് കേട്ടോ. അതും കൂടി നമ്മളിതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സോ ദിസ് ഈസ് ദി ഡയഗ്രാം ഓഫ് സേവിങ് ഫംഗ്ഷൻ. നമ്മളിവിടെ ഡിസേവിങ് ആണ്. ഇത് നോക്കുക, -a+1 - b × y. ആ 1 - b നെ നമ്മളെന്താ പറയുന്നത്? എം പി എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഇൻകം ഇല്ല എങ്കിലും അദ്ദേഹം കൺസംഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ സേവിംഗ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് ഡിസേവിംഗ് ആയിട്ട് പരിഗണിക്കുന്നു. -a ആണ് അതിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദിസ് അദ്ദേഹം ഏൺ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ വരുന്ന പോർഷൻ നമ്മൾ എന്ത് പറയും? സേവിങ് പോർഷൻ എന്ന് പറയും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഇൻകവും സേവിങ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ഇനി എ പി സി, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് കൺസ്യൂം. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം യൂസ്ഡ് ഫോർ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതായത് ഇൻകത്തിൻ്റെ എത്ര ഭാഗമാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് ഉപയോഗിച്ചത്. എ പി സി എം പി സി തമ്മിൽ വ്യത്യാസം എന്താ? എം പി സി നോക്കുന്നത് വർദ്ധിച്ച ഇൻകത്തിൻ്റെ എത്ര ഭാഗമാണ് കൺസംഷന് വേണ്ടി ഉപയോഗിച്ചത്, അതാണ് എം പി സി. എന്നാൽ എ പി സിയിൽ പറയുന്നത് എന്താണ്? ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര ഭാഗമാണ് കൺസംഷന് വേണ്ടി ഉപയോഗിച്ചത്. അതുകൊണ്ട് C/Y എന്ന് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. എ പി സി = C/Y. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ടോട്ടൽ ഇൻകമാണ് നേരത്തെ പറഞ്ഞത്, അവിടെ ഇൻക്രിമെൻ്റൽ ഇൻകമാണ്. എത്ര വർദ്ധിച്ച ഇൻകം എത്രയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി എ പി എസ്, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സേവിങ് ടു ഇൻകം. ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര ഭാഗം സേവ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് S/Y. അപ്പോൾ എ പി സിയും എ പി എസും കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. നേരത്തെ പറഞ്ഞു എം പി സിയും എം പി എസും കൂട്ടിക്കഴിഞ്ഞാലും 1 കിട്ടും. നമുക്കറിയാം ഇൻകത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? Y = C+S. നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് കൺസംഷന് വേണ്ടിയിട്ട് സേവിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് സേവിങ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? Y - C ചെയ്താൽ മതി. കൺസംഷൻ കണ്ടെത്താനോ Y - S ചെയ്താൽ മതി. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. നമ്മൾ നന്നായിട്ട് നോക്കി വെക്കേണ്ടതാണ്. ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസംഷൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ സേവിങ് ഫംഗ്ഷനോ ഒക്കെ കണ്ടെത്തേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഗിവൺ ദ കൺസംഷൻ ഫംഗ്ഷൻ C = 500 - 2500 / 5 + y. Find MPC when y = 95. Find MPS when y = 95. Determine whether MPC and MPS move in the same direction when y changes. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും എം പി സിയും എം പി എസും കണ്ടെത്തണം. എന്നിട്ട് അതാദ്യം കണ്ടെത്തുക. എന്നിട്ട് അതിന് ശേഷം അതിനെന്ത് ചെയ്യുക? ഇൻകത്തിൻ്റെ സ്ഥാനത്ത് 95 കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത് നോക്കുക. അതിനുശേഷം എം പി സി എം പി എസും സെയിം ഡിറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ്ലി പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ആൻസർ നോക്കുക. കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. C = 500 - 2500 / 5 + y. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 500 - 2500 ആ ഡിവൈഡഡ് ബൈ 5 + y ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? (-1). ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു റിസൾട്ടാണ്. നമ്മൾ x⁻⁻1 ആണെങ്കിൽ അതിനെ 1/x എന്നാണ് എഴുതാറുള്ളത്. കാരണം ഈ മൈനസ് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ താഴ്ത്തി കൊണ്ടുവരും. എന്നിട്ട് അവിടെ ശരിക്കും 1/x⁻1 എന്നുണ്ട്. ഇനിയിപ്പോൾ x⁻2 ആണെങ്കിലോ നമ്മൾ 1/x² എന്നാണ് എഴുതാറുള്ളത്. അപ്പോൾ ഇതിനെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഫോമിലേക്ക് മാറും. ഓക്കെ, അതേപോലെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സോ 2500 / 5 + y അതിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ 5 + y (1) അല്ലേ? 1/, എന്നായതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതാറ്. അപ്പോൾ ഇതിനെങ്ങനെ കൊണ്ടുവന്നു? ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് എം പി സി കാണാനുള്ളത്? ∂C/∂y അല്ലെങ്കിൽ dC/dy ഇങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 500 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ y ഇല്ല. ഇനി ഇതൊറ്റ ടേമാണ്. -2500 × 5 + y (1) ഒറ്റ ടേമാണ്. അത് ഒറ്റ ടേമായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? അപ്പോൾ നോക്കുക, മൈനസ് എഴുതി, പിന്നെ പവർ ഇൻറ്റു -1 കണ്ടോ? -1 പിന്നെ താഴെ കിടക്കുന്ന അതേപോലെ 2500 5 + y പവർ -1. സോ -1 -1 -2y. പിന്നെ ശരിക്കും ×1 ഉണ്ട്. ഫംഗ്ഷൻ റൂൾ ആയതുകൊണ്ട് നമ്മൾ അത് എഴുതിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി അല്ലേ? +1 × 2500 2500. ഇവിടെ 5 + y (2) ഉണ്ട്. ഇതിനെ താഴത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? ഈ മൈനസ് ഒഴിവായി, പകരം 5 + y (2) ആയി. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു തിയറി പ്രകാരം. എന്നിട്ട് നമുക്കിത് കിട്ടി 2500 / 5 + y (2). ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ വൈയുടെ സ്ഥാനത്ത് 95 കൊടുക്കുക. അപ്പോൾ നമ്മൾ 95 കൊടുത്തു. 2500 / 5 + 95 ദാറ്റ് ഈസ് 100. 100ൻ്റെ സ്ക്വയർ 100ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 2500 / 10,000 വരും. ചെയ്യുമ്പോൾ 0.25 എന്ന് കിട്ടും. ഓക്കെ,
ഇതാണ് നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ ചെയ്തു, കൺസംഷൻ ഫംഗ്ഷൻ എടുത്തു, കൺസംഷൻ ഫംഗ്ഷൻ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂവിൽ വൈയുടെ സ്ഥാനത്ത് 95 കൊടുത്തു, എന്നിട്ട് ഇത് സോൾവ് ചെയ്തു, ലാസ്റ്റ് കിട്ടിയ വാല്യൂ 0.25. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത സേവിങ് ഫംഗ്ഷൻ അല്ലേ. അടുത്ത് എന്താ കണ്ടെത്തേണ്ടത്? എം പി എസ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് സേവിങ് ഫംഗ്ഷൻ വേണം. നമ്മുടെ കയ്യിൽ സേവിങ് ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല, കൺസംഷൻ ഫംഗ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? കൺസംഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സേവിങ് ഫംഗ്ഷൻ കണ്ടെത്താം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻസ് ഒക്കെ അവിടെ പഠിച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ സേവിങ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടെത്താം? എസ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് സി. ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ സി കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എസ് കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്. സോ എസ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് സി. അപ്പോൾ വൈ അതുപോലെ എഴുതി, മൈനസ് സി എന്നുള്ള കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടങ്ങ് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ വൈ അതുപോലെ എഴുതി, മൈനസ് ഇൻറ്റു 500 മൈനസ് 500, മൈനസ് ഇൻറ്റു മൈനസ് 2500 പ്ലസ് 2500. ഓക്കെ, ബാക്കി ഇതിന് ഇൻറ്റു വേണ്ടത്, കാരണം ഒറ്റ ടേമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? എം പി എസ് കണ്ടെത്തുകയാണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 വരും. ഇനി മൈനസ് 500 0 ആയിപ്പോയി, കാരണം എന്താ? അത് കോൺസ്റ്റൻ്റ് ആണ്, അവിടെ ഇല്ല, വാല്യൂ ഇല്ല. ഇനി നമുക്ക് 2500 ഇൻറ്റു 5 പ്ലസ് 5 ഹോൾ റൈസ് ടു -1 ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഒറ്റ ടേമാണ്. അപ്പോൾ പവർ ഇൻറ്റു -1 ഇൻറ്റു അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, -1 ഇൻറ്റു 2500 5 പ്ലസ് വൈ പവർ -1 -1 -1 പ്ലസ് 1 അല്ല കേട്ടോ, -1 -2 വരിക. ഓക്കെ, അപ്പോൾ -2 അല്ലേ. ഇനി 1 പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്തപ്പോൾ മൈനസ് ആയി അല്ലേ. അപ്പോൾ മൈനസ് ഇവിടെ 2500 ഇൻറ്റു 5 പ്ലസ് വൈ ഹോൾ റൈസ് ടു -2 ആയിരുന്നു, അതിനെ താഴത്തേക്ക് ഇറക്കിയപ്പോൾ എന്തായി? മൈനസ് പോയി, 5 പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 1 മൈനസ് 2500 ബൈ 5 പ്ലസ് വൈ ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് വൈയുടെ സ്ഥാനത്ത് നമ്മൾ 95 കൊടുക്കുക, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെൻ വൈ is equal to 95, ഇതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു നമ്മൾ? 1 മൈനസ് 2500 ബൈ 5 പ്ലസ് 95 ഹോൾ സ്ക്വയർ. അപ്പോൾ 1 മൈനസ് 2500 ബൈ 5 പ്ലസ് 95 ഹോൾ സ്ക്വയർ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് 100 സ്ക്വയർ അല്ലേ. അത് എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക്? 0.25 എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 മൈനസ് 0.25 എത്ര കിട്ടി? 0.75. അത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുമാണ്. എം പി സിയും എം പി എസും കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ടു വെരിഫൈ എം പി സി ആൻഡ് എം പി എസ് മൂവ് ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ, ദ കണ്ടീഷൻ ഈസ് എം പി സിയും എം പി എസും ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം വർദ്ധിക്കുമ്പോൾ കൺസംഷൻ കൂടുന്നുണ്ടോ സേവിങ് കൂടുന്നുണ്ടോ? രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ കൺസംഷൻ കൂടുമ്പോൾ സേവിങ് കുറയുന്നുണ്ടോ, ഇൻകം കൺസംഷൻ കൂടുന്നുണ്ടോ? അപ്പോൾ അതാണ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. d²s/dy² എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയ്തു വെച്ച എം പി എസിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കുക, 0-നേക്കാൾ വലിയതാണെന്ന് നോക്കുക, പോസിറ്റീവ് ആണെന്ന് നോക്കുക. അതേപോലെ കൺസംഷൻ ഫംഗ്ഷൻ, അത് നമ്മൾ എം പി സിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യേറ്റ് നോക്കിയിട്ട് അത് ലെസ് ദാൻ 0 ആണെന്ന് നോക്കുക. അപ്പോൾ ഒന്ന് ഗ്രേറ്റർ ദാനോ ഒന്ന് ലെസ് ദാനോ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണ് അല്ലേ, വൈസ് വേഴ്സ തിരിച്ചാവാം. ഇനി സേവിങ് ലെസ് ദാനാവാം, കൺസംഷൻ ഗ്രേറ്റർ ദാനോ അങ്ങനെയാവാം. അങ്ങനെയാണെങ്കിലൊക്കെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. അല്ലെങ്കിൽ രണ്ടും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അത് സെയിം ഡിറക്ഷനാണ്, അല്ലെങ്കിൽ രണ്ടും ലെസ് ദാൻ ആണെങ്കിൽ അത് സെയിം ഡിറക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ചെക്ക് ചെയ്യാം. അപ്പോൾ എം പി സി dc/dy, എം പി സി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആൻസർ നമുക്കുണ്ട്. ഇതാണ് എം പി സി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഏതാണ്? 2500/5 പ്ലസ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇനി അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു പവർ ഇൻറ്റു അല്ലേ, പവർ ഇൻറ്റു നമ്മളതിനെ ഈ ഒരു ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അല്ലേ, 2500 ഇൻറ്റു 5 പ്ലസ് വൈ മുകളിലേക്ക് കൊണ്ടുവന്നു, -2 വന്നു. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? പവർ ഇൻറ്റു -2 ഇൻറ്റു 2500 5 പ്ലസ് വൈ പവർ -1, -2 -1 -3 എന്ന് വന്നു. സോ -2 ഇൻറ്റു 2500 പ്ലസ് 5 പ്ലസ് വൈ ഹോൾ റൈസ് ടു അല്ലേ. അപ്പോൾ നമ്മളിതിനെ മറ്റൊരു രീതിയിലേക്ക് എഴുതി, 2500/5 പ്ലസ് വൈ ഹോൾ റൈസ് ടു -3 മാറ്റിയിട്ട് താഴത്തേക്ക് വരുമ്പോൾ എന്താവും? +3 ആവും. അപ്പോൾ 2500/5 പ്ലസ് വൈ ഹോൾ ക്യൂബ് എപ്പോഴും ഒരു പോസിറ്റീവാണ് വരുള്ളൂ, കാരണം വൈ എന്ന് പറയുന്നത് ഇൻകമാണ്. ഇൻകം എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ, അതുകൊണ്ട് ഇൻകം പോസിറ്റീവാണ്. അപ്പോൾ 2500/5 പ്ലസ് വൈ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ആ ഒരു ടേം, അതായത് ഇവിടെയുള്ള ഈ ഒരൊറ്റ ടേം എപ്പോഴും പോസിറ്റീവായിട്ടേ വരുള്ളൂ. എന്നിട്ട് അതിനെ നമ്മൾ -2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായി മാറും? ആ ഉത്തരം കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് മാറും അല്ലേ, മൈനസ് സംഖ്യയായിട്ട് മാറും. അതുകൊണ്ട്
മൈനസ് സംഖ്യ എന്ന് പറയുന്നത് 0-നേക്കാൾ ചെറുതാണ് അല്ലേ. അതുകൊണ്ട് ദിസ് ഈസ് ലെസ് ദാൻ 0 എന്ന് നമ്മൾ ലാസ്റ്റ് അസ്യൂം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണു, ഇതേപോലെ MPS ചെയ്യുന്നു. MPS എങ്ങനെ ചെയ്യാം? രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന MPSനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ MPS എങ്ങനെ കണ്ടെത്തിയാൽ മതി? 1 - MPC ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നു 1 - MPC. ഇപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഡെറിവേറ്റീവ് എത്ര കിട്ടിയത്? ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കൊടുക്കുന്നത് കേട്ടോ. സോ ദാറ്റ് ഈസ് -2 × 2500/5 ഓക്കെ. അപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് ചെയ്തപ്പോൾ പ്ലസ് ആയി അല്ലേ. പിന്നെ അതൊക്കെ ഒന്നിനായിട്ട് ഇൻറ്റു ചെയ്തപ്പോൾ ഇല്ല, ഇത് ഇൻറ്റു എന്നാണ് കേട്ടോ. 1 ഇൻറ്റു ചെയ്ത സമയത്ത് എല്ലാതും പോസിറ്റീവ് തന്നെയാണ്. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് +2 വന്നു. 2500/5 ഉണ്ട്. ഇതിനായിട്ടൊക്കെ ഇൻറ്റു ചെയ്ത സമയത്ത് 1 ആയിട്ട് മാറി. അപ്പോൾ 2500/5 എല്ലായ്പ്പോഴും പോസിറ്റീവ് ആവും. ആ പോസിറ്റീവ് സംഖ്യയെ +2 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം പോസിറ്റീവ് ആവും. അതുകൊണ്ട് പോസിറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് 0-നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനായി, ഒന്ന് ലെസ് ദാനും ഒന്ന് ഗ്രേറ്റർ ദാനും ആയി. അതുകൊണ്ട് നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? MPS ആൻഡ് MPC ആർ മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ദി കൺസംഷൻ ഫംഗ്ഷൻ C is equal to 200 + 0.5y. ഫൈൻഡ് MPC ആൻഡ് MPS. ഇത് വളരെ ഈസിയാണ്, നമ്മൾ അത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അത് MPC കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് y കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 0.5 കിട്ടും. MPC 0.5 ആണെങ്കിൽ MPS എത്ര ആയിരിക്കും? 1 - MPC ആണ്, 0.5 തന്നെ കേട്ടോ. ചെറിയൊരു ക്വസ്റ്റ്യൻ. ദെൻ നമുക്ക് റവന്യൂ ഫംഗ്ഷൻ നോക്കാം. റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ ഇസ് ദി ടോട്ടൽ റെസിപ്റ്റ്സ് ഒബ്റ്റെയിൻഡ് ബൈ എ ഫേം ഫ്രം ദി സെയിൽ ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഫേമിൻ്റെ ഔട്ട്പുട്ട് വിറ്റുകൊണ്ട് ആ ഫേം റിസീവ് ചെയ്യുന്ന എല്ലാ റെസിപ്റ്റ്സിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന പേരാണെന്ത്? റവന്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ദാറ്റ് എ ഫേം റിസീവ്സ് ഫ്രം ദി സെയിൽ ഓഫ് ഇറ്റ്സ് ഗുഡ്സ്. ടോട്ടൽ റവന്യൂ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് ദി ഫോർമുല TR is equal to P into Q. Average revenue means revenue per unit of output sold. That average revenue is always equal to the price. So average revenue can be found out by using the formula AR is equal to TR by Q. Marginal revenue, as mentioned earlier, it is the change in total revenue resulting from selling an additional unit of output. ഒരു എക്സ്ട്രാ യൂണിറ്റ് ഔട്ട്പുട്ട് വിറ്റത് കൊണ്ട് നമ്മൾ ടോട്ടൽ റവന്യൂയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ആ റവന്യൂയെ പറയുന്ന പേരാണെന്ത്? മാർജിനൽ റവന്യൂ. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ കോൺസെപ്റ്റുകളാണ്. ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ. സോ അണ്ടർ മൊണോപ്പൊളി ദ മാർജിനൽ റവന്യൂ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് ദി ഫോർമുല DR by DQ. ഓക്കെ, അതായത് റവന്യൂ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ക്യൂ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? മാർജിനൽ റവന്യൂ കണ്ടെത്താൻ സാധിക്കും. ഇനി നോക്കുക, അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ARഉം MR സെയിം ആണ്, ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ നമുക്കറിയാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് എ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് സെല്ലിംഗ് ഹോമോജീനിയസ് പ്രോഡക്ട്സ് ഹാവിങ് യൂണിഫോം പ്രൈസ് ആൻഡ് ദർ ഈസ് നോ ബാരിയർ ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒരുപാട് കച്ചവടക്കാരും ഉണ്ട്, അവരൊക്കെ പ്രൈസ് ടേക്കേഴ്സാണ്, അവർക്ക് പ്രൈസിൽ കൺട്രോൾ ഇല്ല, ഒരേ വിലക്കാണ് വിൽക്കുന്നത്, സെയിം ഐഡൻറ്റിക്കൽ കമ്മോഡിറ്റീസ് ആണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലായ്പ്പോഴും പ്രൈസ് മാർജിനൽ റവന്യൂ സെയിം ആയിരിക്കും. എത്ര അഡീഷണൽ യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാലും അവർക്ക് ആ ഒരു പ്രൈസ് തന്നെ ഈടാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂടെ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ. അണ്ടർ മൊണോപ്പൊളി ഇറ്റ് ഈസ് ഡിഫറൻറ്റ്. ആവറേജ് റവന്യൂ ഇസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ റവന്യൂ. കാരണം എന്തുകൊണ്ടാണ് ARൻ്റെ താഴെ MR മൊണോപ്പൊളിയിൽ വരാനുള്ള കാരണം? മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എ സിംഗിൾ സെല്ലർ കൺട്രോൾസ് ദി എൻറ്റയർ സപ്ലൈ അല്ലേ. ഒരാൾ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പ്രൈസൊക്കെ അദ്ദേഹം പ്രൈസ് മേക്കറാണ്, പ്രൈസൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ARൻ്റെ താഴെ MR വരാനുള്ള കാരണം എന്താണ്? അതായത് ഒരു മൊണോപ്പൊളിസ്റ്റ് ഹയർ പ്രൈസ് ഈടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ക്വാണ്ടിറ്റീസ് മാത്രമേ വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ക്വാണ്ടിറ്റീസ് വിറ്റഴിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും? പ്രൈസ് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ റവന്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ 0 ആയിരുന്നു, 1 യൂണിറ്റ് വിറ്റു 50 രൂപയ്ക്ക് അല്ലേ. രണ്ടാമത്തെ യൂണിറ്റ് അല്ല, അപ്പോൾ മാർജിനൽ റവന്യൂ 50, ടോട്ടൽ റവന്യൂ 50 എന്ന് പറയുന്നു. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് വിറ്റപ്പോൾ നമ്മൾ കുറച്ച് വിറ്റു, 40 രൂപയ്ക്ക് വിറ്റു അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ 90, മാർജിനൽ റവന്യൂ എത്രയാണ്? 50ൽ നിന്ന് 40 ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ അത് ഡിക്രീസിങ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആവറേജ് റവന്യൂ അപ്പോൾ കൂടുതൽ നിൽക്കുന്നതും മാർജിനൽ റവന്യൂ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TR, AR ആൻഡ് MR അണ്ടർ മൊണോപ്പൊളി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. തിയററ്റിക്കലായിട്ടൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വെൻ TR ഇൻക്രീസസ്, TR ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് MR എന്താണ്? MR ആൻഡ് AR ഡിക്ലൈൻസ്. ഫസ്റ്റ് ആ ഒരു പോർഷൻ നോക്കുക. ഫസ്റ്റ് പോർഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു പോർഷനിൽ ഇത് രണ്ടും ഡിക്ലൈൻ ചെയ്യുന്നു. ദെൻ TR അറ്റ് ഇറ്റ്സ് മാക്സിമം, TR മാക്സിമം ആവുന്ന സമയത്ത് MR 0, പക്ഷേ AR എന്താണ്? അപ്പോഴും ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻ TR സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്, TR ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ MR നെഗറ്റീവാണ്, പക്ഷേ AR അപ്പോഴും പോസിറ്റീവാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TR, AR ആൻഡ് MR അണ്ടർ മൊണോപ്പൊളി. ഇനി TR, MR ആൻഡ് പ്രൈസ് ഇലാസിറ്റി. വെൻ MR ഇസ് ഈക്വൽ ടു 0, TR അറ്റ് ഇറ്റ്സ് മാക്സിമം നമുക്കറിയാം. ആ സമയത്ത് ഇലാസിറ്റി 1 ആണ്. ദെൻ MR ഗ്രേറ്റർ ദാൻ 0, MR ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ TR ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് MR ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവായിട്ട് നിൽക്കുന്നത്, അല്ലേ? ഡിക്ലൈനിങ് ആണ് ബട്ട് പോസിറ്റീവാണ്. ആ സമയത്ത് ഇലാസിറ്റി ഗ്രേറ്റർ ദാൻ 1. MR ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് TR ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇലാസിറ്റി ലെസ് ദാൻ 1. സോ ദിസ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TR, MR ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. Then question, given the total revenue function for 40Q minus Q square, find AR and MR. MR is equal to DR by DQ. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 40Qനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 40 വരും. Q സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2Q എന്ന് വരും. അപ്പോൾ 40 minus 2Q is the MR and AR can be found out by using the formula AR is equal to TR by Q. So TR is equal to 40Q minus Q square divided by Q. ഡിവൈഡ് ബൈ Q ചെയ്യുമ്പോൾ 40Q by Q നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 40Q by Q മൈനസ് Q സ്ക്വയർ ബൈ Q. അതിൽ 40Qയിലെ Qയും ക്യാൻസൽ ചെയ്തു, ബാക്കി 40 കിട്ടി. ദെൻ Q സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഇൻറ്റു Q ആണ്. അപ്പോൾ അതിലൊരു Qവും താഴത്ത് കിടക്കുന്ന ഒരു Q നമ്മൾ ക്യാൻസലേഷൻ ചെയ്തു. സോ അതിലൊരു Q മാത്രം അവശേഷിച്ചു. സോ ലാസ്റ്റ് ആൻസർ ഈസ് 40 മൈനസ് Q. സോ ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ. Given the AR function തന്നിട്ടുണ്ട് 20 minus 2Q. Find MR. So MR can be found out by using DTR by DQ. അതായത് ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു Q കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് MR കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന AR അല്ലേ? അതായത് TR കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? P ഇൻറ്റു Q ആണ്. അപ്പോൾ AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ്. AR ഈസ് ഈക്വൽ ടു പ്രൈസ്. സോ വി ക്യാൻ യൂസ് TR ഈസ് ഈക്വൽ ടു AR ഇൻറ്റു Q. സോ പിക്ക് പകരം എന്ത് കൊടുക്കാം? AR എന്ന് കൊടുക്കാം. AR എത്രയാണ്? 20 മൈനസ് 2Q ഇൻറ്റു Q. സോ 20 ഇൻറ്റു Q 20Q മൈനസ് 2Q ഇൻറ്റു Q മൈനസ് 2Q സ്ക്വയർ. ഇനി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 20Qനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടി. മൈനസ് 2Q സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ മൈനസ് 4Q എന്ന് കിട്ടി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി MR ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്ത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. മാത്തമാറ്റിക്കൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട, മാർജിനൽ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട, മാർജിനൽ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ്, മാർജിനൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ക്രോസ് ഇലാസിറ്റി, ഇൻകം ഇലാസിറ്റിയുമായി ബന്ധപ്പെട്ടതൊക്കെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് തരിക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.